മുതലാളി അറിയാതെ അനുഭവത്തിലുള്ളതാണ്. അതായത് ഫുഡിന് ടേസ്റ്റ് കിട്ടുന്നൊരു വിശ്വാസത്തോടു കൂടി മുതലാളി അറിയാതെ എളി തിരികെ കൊണ്ടുവന്ന് അതിൽ കൊണ്ടുവന്ന് അജിനോമോട്ടോ ഇടുന്ന ഫുഡിന് ടേസ്റ്റ് കിട്ടാനല്ല, അവൻ്റെ വിശ്വാസമാണ് അവൻ്റെ ഫുഡ് നല്ലതെന്ന് പറയണം. അങ്ങനെ ഇടുന്ന തൊഴിലാളികളുണ്ട് നമ്മുടെ നാട്ടിൽ. അതിൻ്റെ ഉത്തരവാദിത്വം ഈ ഉടമയുടെ പേരിൽ തന്നെയാണ് വന്നെ. അങ്ങനെ പിടിച്ചിട്ടാണോ താങ്കൾ പോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്തൊരു ഹോട്ടൽ ഉടമസ്ഥനായിട്ടില്ലാത്തത് കൊണ്ട് നിങ്ങളെ വാദങ്ങളോട് എന്താ പറയാ വെല്ലുവിളിക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം നിങ്ങളാണല്ലോ ഇൻവെസ്റ്റ് ചെയ്തേക്കണേ. നിങ്ങൾക്കത് പിടിച്ചു നിൽക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്തും പറയാം. പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒന്നുമില്ലാത്തതിന്റെ അനുഭവം പങ്കുവച്ചു എന്ന് മാത്രം. ഇപ്പോഴത്തെ ഒരു ചില്ലി ഗോബി അല്ലെങ്കിൽ ഒരു ഗോബി മഞ്ചൂരിയൻ വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ മാതിരി ഉണ്ടാവും, നല്ല കളർ ഉണ്ടാവും നമുക്ക്. എന്നിട്ട് ഇപ്പൊ മൈലാഞ്ചി ഇട്ട പോലെയാവും. മിക്ക കടയിലും അതെ. എന്നിട്ട് ഇപ്പൊ ആൾക്കാർ ഓർഡർ ചെയ്യുമ്പോ പറയും കളർ വേണ്ട, സോസ് വേണ്ട, അജിനാമോട്ടോ വേണ്ട എന്ന് പറഞ്ഞാണ് ഓർഡർ ഒഴിവാക്കി തുടങ്ങി. ഇപ്പൊ അങ്ങനെ ഓർഡർ അങ്ങോട്ട് പറയും ചീത്ത. അതുമല്ല, ഇപ്പൊ ആൾക്കാർക്ക് ബോധ്യം വന്നതിന് ശേഷം വീണ്ടും പഴയ ഫുഡിലേക്കും നല്ല ഫുഡിലേക്കും സ്വയം മാറിയിട്ടുണ്ട്. ബേസിക്കലി നമ്മള് ഇപ്പൊ യൂസ് ചെയ്യുന്ന ഓയിൽ ഏതാണ് അതാണ് ഇമ്പോർട്ടന്റ്. അതെ അതെ, അത് നമ്മളിപ്പോ ആള് പറഞ്ഞ പോലെ, മോള് പറഞ്ഞ പോലെ ഈ ജനറേഷൻ കഴിക്കുന്ന ഫുഡ് അവർക്ക് അവയർനെസ് ഇല്ലാത്തോണ്ടാണോ അങ്ങനെ കഴിക്കുന്നത്, അതോ അഫോർഡബിലിറ്റി ആൻഡ് അവൈലബിലിറ്റി പറയരുത്. അതെന്താ വെച്ചാ ഇപ്പൊ നമുക്കറിയാം ഒരു ആപ്പിള് ഒരു 10 രൂപയ്ക്ക് കിട്ടാൻ ആൻഡ് ഒരു പഴംപൊരി 10 രൂപയ്ക്ക് കിട്ടാം. നമ്മള് ബേസിക്കലി നമ്മൾ പോകുന്നത് പഴംപൊരിയുടെ അടുത്താണ്. 10 രൂപയ്ക്ക് കിട്ടുന്ന ആപ്പിൾ എവിടെയാണ്? ഫസ്റ്റ് ക്വാളിറ്റി ആപ്പിളിന് 10 രൂപയാണോ ഉള്ളൂ? ഒരു പഴം കിട്ടുമോ? 10 രൂപയ്ക്ക്? നമ്മള് മായം നോക്കി അല്ലെങ്കിൽ നോക്കുവാണെങ്കിൽ അതെന്തിനാണ്? ഫ്യൂമിഗേഷൻ ചെയ്യാൻ വേണ്ടിട്ട് കാര്യങ്ങള് നമ്മള് മിത്തായിട്ടാണ് നടക്കുന്നത്. ഈ ഫെർട്ടിലൈസർ യൂസ് ചെയ്ത് വെജിറ്റബിൾസ് നല്ലതല്ല. നമ്മള് ഈ ബൾക്കില് ഡിമാൻഡ് ഉള്ള സമയത്ത് ഫെർട്ടിലൈസ്ഡ് യൂസ് ചെയ്തേ പറ്റൂ. ബിക്കോസ് ഞാൻ തന്നെ വീട്ടിൽ വളർത്തുന്നുണ്ട് കറിവേപ്പില. ആ കറിവേപ്പില ഞാൻ ഓർഗാനിക്സ് കാര്യങ്ങളൊക്കെ ഇട്ട് വളർത്തി. അത് ബ്ലാക്ക് കളറായി, അതിൽ എന്തോ ഫംഗസ് പിടിച്ചു. പക്ഷെ അതിൽ ഞാൻ ഒരു ഫെർട്ടിലൈസർ, ചെറിയൊരു ഫെർട്ടിലൈസർ യൂസ് ചെയ്തു, അത് ശരിയായി. So that is what it is not at all unhealthy. ഇത്രയും നേരം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചപ്പോൾ നിങ്ങൾ ഇത്തിരി കൺഫ്യൂസ്ഡ് ആയി കാണുമെന്ന് എനിക്കറിയാം. എന്തായാലും ഒരു ഹോട്ടലിലേക്ക് ചെന്ന് കയറുമ്പോൾ ആ ഹോട്ടലിന്റെ വൃത്തി നിങ്ങൾ പരിശോധിക്കണം. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഹോട്ടൽ ഉടമയോട് എന്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. മാത്രമല്ല, രുചിയേക്കാളും വലുത് നമ്മുടെ ആരോഗ്യമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.